ഹൈക്കോടതിയിൽ ജഡ്ജിക്കെതിരെ അഭിഭാഷകരുടെ അസാധാരണ പ്രതിഷേധം. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ കോടതി ബെഞ്ച് അഭിഭാഷകർ ബഹിഷ്കരിച്ചു. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന് ആക്ഷേപിച്ചാണ് അഭിഭാഷകർ പ്രതിഷേധിച്ചത്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. അസാധാരണമായ ഒരു സമരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിനെ അഭിഭാഷകർ ബഹിഷ്കരിച്ചു. ഒരു കോടതി 1D കോടതി തന്നെ അഭിഭാഷകർ ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. ആ ബഹിഷ്കരണത്തെ തുടർന്ന് അഭിഭാഷകൻ ജഡ്ജ് ഇന്ന് അവധിയെടുത്തു പോവുകയും ചെയ്തു. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇന്നലെ 1D കോടതിയിൽ ഈയിടെ അന്തരിച്ച അഭിഭാഷകൻ അലക്സംസ് കറിയുടെ ഭാര്യ ഹൈക്കോടതി അഭിഭാഷക കൂടിയായ സരിത തോമസ് ഇന്നലെ കോടതി മുറിയിൽ തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള വക്കാലത്ത് മാറുന്നതിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചു. അതിന് സാവകാശം തേടുകയും ചെയ്തു. അപ്പോൾ കോടതി മുറിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ അതിന് അനുവദിച്ചില്ലെന്ന് മാത്രമല്ല അപമര്യാദയായി പെരുമാറി എന്നൊരാക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ 50ഓളം അഭിഭാഷകർ ഈ വിഷയം ഉയർത്തിക്കാട്ടി ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ അവരുടെ സംഘടനയ്ക്ക് പരാതി നൽകി. ആ സംഘടന ആ വിഷയം ഏറ്റെടുത്തു. ഇന്ന് രാവിലെ ആ 1D കോടതിയിൽ അഭിഭാഷകരൊന്നും ഹാജരാവാതെ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയുണ്ടായത്. കോടതിയിലെത്തിയിരുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതി ഹാളിലേക്ക് വന്നതുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വലിയ വിഷയമായി അത് മാറുകയും ഉച്ചയ്ക്ക് അഭിഭാഷക അസോസിയേഷൻ വീണ്ടും യോഗം ചേർന്നൊരു പ്രമേയം പാസാക്കി. ഈ കാര്യത്തിൽ ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ പ്രശ്നം തീരൂ. മാപ്പ് പറയുന്നതിനും ചില നിബന്ധനകളുണ്ട്. ഓപ്പൺ കോടതിയിലാണ് ഇന്നലെ അപമാനിക്കപ്പെടുന്ന സംഭവം ആ വനിതയ്ക്കുണ്ടായത്. അതുകൊണ്ട് ആ ഓപ്പൺ കോടതിയിൽ വെച്ച് തന്നെ ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ അഭിഭാഷകയോട് മാപ്പ് പറയണം എന്നുള്ളതാണ്. പക്ഷേ പരസ്പരമുള്ള കൂടിയാലോചനയിലൊക്കെ ജസ്റ്റിസിൻ്റെ ചേംബറിൽ വെച്ച് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നൊക്കെ ധാരണയിലെത്തിയിരുന്നു. പക്ഷേ അഭിഭാഷക അസോസിയേഷൻ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അവർ പറയുന്നത് ജഡ്ജി കോടതി മുറിയിൽ വെച്ച് ഈ അഭിഭാഷകയോട് പരസ്യമായി മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ തങ്ങൾ ഈ കോടതിയിൽ ഇനി വരൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഏതായാലും ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ ആയിട്ട് ചീഫ് ജസ്റ്റിസൊക്കെ കൂടിയാലോചനകളൊക്കെ പല ഘട്ടത്തിലും നടത്തിയെങ്കിലും അഭിഭാഷകർ വഴങ്ങുന്ന സാഹചര്യമില്ല. അതുതന്നെയാണ് പ്രതിസന്ധി. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞു, ശനി ഞായറും ഹൈക്കോടതി അവധിയാണ്. തിങ്കളാഴ്ചയും ഈ സാഹചര്യം നിലനിൽക്കും എന്നുള്ളതാണ്. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഹൈക്കോടതി രജിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ 1D കോടതി, അത് ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ സിറ്റിംഗ് തിങ്കളാഴ്ചയും നടക്കാത്ത സാഹചര്യം വരും. അസാധാരണമായൊരു സാഹചര്യമാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.